ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വയർലെസ് മൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴും എന്താ പറയുക റോഡ് അതേപോലെ തന്നെ നല്ല സെനൈസറിന്റെ അല്ലെങ്കിൽ ഒരു ഒത്തിരി വിലയുള്ള ഒരു 20,000 മുകളിലുള്ള വയർലെസ് മൈക്കുകളാണ് കാണിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിലോട്ട് വരുമ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ എനിക്ക് ഓർമ്മയില്ല, ആമസോണിൽ ഏറ്റവും കൂടുതൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ആയിട്ട് വന്നില്ല അല്ലെങ്കിൽ ഒരുപാട് തവണ റെഫറൻസിൽ വന്നിരുന്ന ഒരു ഐറ്റാണ് ഈ ഒരു സൊനാട്ട ഗോൾഡ് വയർലെസ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് 1750 രൂപയ്ക്കാണ് ഇതിങ്ങനെ വരുന്നത്? അപ്പൊ എന്തുകൊണ്ട് ഇത് ഇത്രയ്ക്കധികം അവർ ആമസോൺ ആയാലും റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. യൂസർ റിവ്യൂ നോക്കിയപ്പോൾ അത്യാവശ്യം യൂസർ റിവ്യൂ ഉണ്ട്. നല്ല എനിക്ക് തോന്നുന്നു 3ക്ക് മുകളിൽ 3.5 മുകളിൽ 4ന്റെ അടുത്തായിട്ട് യൂസർ എക്സ്പീരിയൻസും അവർ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരെണ്ണം വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും നേരെ ഒന്ന് അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ വരുന്നത്. ഇത് അതിന്റെ നമ്മളുടെ മൈക്ക് ചാർജ് ചെയ്യാനുള്ള കേബിള്, അതുകൂടാതെ ഇതിന്റെ റിസീവർ, പല ഡിവൈസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററുകളാണ്. അതായത് C type to USB ടൈപ്പ്, അതേപോലെ തന്നെ മൈക്രോ USB C to മൈക്രോ USB, അതേപോലെ തന്നെ ആപ്പിൾ ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് C to ലൈറ്റ്നിങ് അഡാപ്റ്റർ. ഇത്രയും ടൈപ്പിലുള്ള അഡാപ്റ്റേഴ്സ് സെപ്പറേറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഫൈനലി നമ്മളുടെ റിസീവർ. ഈ ഒരു റിസീവർ ഡിവൈസിന്റെ പുറകിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. റിസീവർ ഞാൻ എൻ്റെ റെക്കോർഡിംഗ് ഡിവൈസായിട്ട് കണക്ട് ചെയ്തു, പക്ഷെ ഈ ഒരു മൈക്കിന്റെ പവർ ഓൺ ആക്കാനായിട്ട് വിട്ടുപോയി. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രമാത്രം, ഈ ഒരു മൈക്ക് ചാർജ് ചെയ്യുക, റിസീവർ ഫോണിന്റെ പുറകിൽ കുത്തിവെക്കുക. ഇവിടെ കണ്ടോ ലൈറ്റ്, ഞാൻ ആ റിസീവർ എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് പലതരത്തില് ഇതിന്റെ, ഞാൻ ഈ സ്വിച്ച് ലൈറ്റ് വരും, ഓൾറെഡി പെയർ ആയതുകൊണ്ട്. ഓക്കെ, ഗ്രീൻ കത്തിക്ക് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ഓട്ടോമാറ്റിക് ആവും. നമ്മൾ വേറെ ഒന്നും സെറ്റിങ്സോ വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ കത്തിക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കണക്റ്റ് ആയി. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് ഈ ഒരു മൈക്കിൽ കൂടെയാണ്. ഈ ഒരു പുതിയ സൊനാട്ട ഗോൾഡ് എന്ന് പറയുന്ന മൈക്കിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇതിന്റെ ഞാൻ കൂടുതൽ കഥകളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്താണ് എന്നുള്ളത്. ഇതിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട്, എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇവരിതിൽ പറയുന്നത് ഏകദേശം 20 മീറ്ററിന്റെ സപ്പോർട്ട്, അതായത് 20 മീറ്റർ അകലെ നിന്നാൽ വരെ ഇത് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ക്ലിയർ ട്രിബിൾ പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ആ ട്രിബിൾ അവർ കൺട്രോൾ ചെയ്തിട്ട് നല്ല ഒരു ഔട്ട്പുട്ട് തരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഹൈലി സെൻസിറ്റീവ് ആണ്, അതായത് നമ്മളുടെ നോയ്സ് ക്യാൻസലേഷൻ എല്ലാം ചെയ്തുകൊണ്ട് നമ്മളുടെ സൗണ്ട് ഡയറക്റ്റ് ആയിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സൗണ്ട് തരുമെന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം പറയുന്നത്. ഇതെല്ലാം എത്രത്തോളം ഉണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, 4,999 രൂപയാണ് ഇതിൽ MRP എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 1,750 രൂപയ്ക്കാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഇനി ഞാൻ ഈ പറയുന്നതെല്ലാം അതിൽ റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പോലും എനിക്കറിയില്ല. ഞാനിത് ഇപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് പൊട്ടിച്ചിട്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഓക്കെ, ഞാൻ പുറകിലോട്ട് പോവുകയാണ്. എങ്ങനെയുണ്ട് ഇതിന്റെ കപ്പാസിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര ക്ലിയർ ആയിട്ട് അകലെ പോകുമ്പോൾ കേൾക്കും എന്നുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ 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 ഓക്കെ, ഇത് ഏകദേശം ഒരു 10 മീറ്ററിന് മുകളിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനും പുറകിലേക്ക് പോകാനായിട്ടില്ല. ഇനി ഞാൻ പോയാൽ നിങ്ങൾക്ക് ഞാൻ എത്ര പോയി എന്നുള്ളത് കാണാനായിട്ട് പറ്റില്ല. അപ്പം ഇത്രയും ഡിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഇത്രയും ഡിസ്റ്റൻസിൽ വന്നിട്ടും ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കേൾക്കാം, അല്ലെങ്കിൽ അറിയാം. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളും കൂടി നിങ്ങൾക്കത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം.
കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം ഇത് നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചൊരു വീഡിയോ അല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര എങ്ങനെ നോക്കിയാലും ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ആമസോണിൽ വയർലെസ് മൈക്ക് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും നോക്കി നോക്കും. സൊനാട്ട ഗോൾഡ് എന്നുള്ള ഈ ഒരു കവറോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ അവർ വരുന്നത്. ഏകദേശം ഒരു 6-7 സെല്ലറുടെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രമാത്രം. താങ്ക് യു, ബൈ.